ഹലോ ഫോർത്തിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് മാനേജ്മെൻറ്റ് ഓഫ് വാർഡ്സ് അല്ലെങ്കിൽ പേഷ്യൻ്റ് യൂണിറ്റ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പേ തന്നെ നമ്മൾ നേഴ്സിംഗ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ് പഠിച്ചു തുടങ്ങിയത്. അത് ഒരു പുതിയ യൂണിറ്റിൽ അത് ആദ്യം പഠിച്ചു. അതിനകത്ത് ടോട്ടലി ഓർഗനൈസേഷൻ ഓഫ് ദി യൂണിറ്റ് എങ്ങനെയാണ്, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്ലാനിങ് ഓഫ് എ വാർഡ് അല്ലെങ്കിൽ പേഷ്യൻ്റ് സർവീസ് യൂണിറ്റ് ഇതൊക്കെ പഠിച്ചു അല്ലേ. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഒരു വാർഡ് പ്ലാൻ ചെയ്യുമ്പോഴെന്നൊക്കെയുള്ളതിൻ്റെ നോട്ടെല്ലാം നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് വാർഡ്സ്, അതായത് മാനേജ്മെൻറ്റ് ഓഫ് പേഷ്യൻ്റ് യൂണിറ്റ് അല്ലെങ്കിൽ വാർഡ്സ് എന്നുള്ള പഠിക്കണ്ടേ. അതായത് നിങ്ങൾ പണ്ട് തൊട്ടേ നിങ്ങൾ ഫസ്റ്റ് ഇയർ നേഴ്സിംഗ് പഠിക്കാൻ വന്നപ്പോൾ തൊട്ടേ നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വാർഡിലൊക്കെ പോകുന്നതാണ്. അവിടെ വാർഡിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? പേഷ്യൻ്റ് വന്ന് കിടക്കുന്നു, രോഗമായിട്ട് വന്ന് കിടക്കുന്നു, അവരെ പലതരത്തിലുള്ള കെയർ നമ്മൾ കൊടുക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു, മെഡിക്കൽ ഡയഗ്നോസിസ് നടത്തുന്നു, ഡോക്ടർ അവരുടേതായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇന്ന കെയറിൻ്റെ ഭാഗമായിട്ട് നേഴ്സസ് റെസ്പോൺസിബിലിറ്റി എടുക്കും. എന്നിട്ട് പേഷ്യൻ്റ് ഒരു പ്രത്യേക രോഗത്തോടെ ആശുപത്രി വന്ന പേഷ്യൻ്റ് ഡോക്ടർ ഡയഗ്നോസിസ് നടത്തി രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നേഴ്സിംഗ് കെയറും കൊടുത്ത് അവർ വീട്ടിൽ പോകും. അതാണല്ലോ ഒരു ആശുപത്രിയുടെ പ്രധാന ചുമതല ആണല്ലോ. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് നഴ്സിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വാർഡ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ മെഡിക്കൽ വാർഡുണ്ടാകാം, സർജിക്കൽ വാർഡുണ്ട്, പിന്നെ പീഡിയാട്രിക് വാർഡുണ്ട്, OB-GYN വാർഡുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഏജ് പീപ്പിളിനുള്ള പ്രത്യേക വാർഡുണ്ടാകാം, സൈക്കാട്രിക് വാർഡുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് വാർഡ് ഒരു ആശുപത്രിയിലുണ്ട്. അപ്പോൾ അതിൽ ഓരോ വാർഡും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആർക്കൊക്കെയാണ്, അതിനകത്തൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ആരൊക്കെയാണ്, അതിനകത്ത് ഇൻവോൾവ് ചെയ്ത പേഴ്സൺസ് ആരൊക്കെയാണ്, അത് ഒരു നല്ല വാർഡ് മാനേജ്മെൻറ്റിന് എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ടുണ്ട്, അല്ലെ അതിൻ്റെ കമ്പോണൻസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം അല്ലേ. നിങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം എന്നും വാടി പോകുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടെ അഡ്മിനിസ്ട്രേഷൻ നമ്മളതെല്ലാം കൂടെ സം ടോട്ടലാക്കി ഒന്ന് പഠിച്ചിട്ട് വാട്ട് ആർ ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ വാർഡ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് അല്ലെങ്കിൽ ഹെഡ് നേഴ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാർഡ് മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ടോപ്പിക്ക്. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് വാർഡ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് നേഴ്സിംഗ് യൂണിറ്റ്സ് എന്നൊക്കെ പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ ഒന്നും നിങ്ങളിത് നോക്കിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഇതിൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ വാർഡ് മാനേജ്മെൻറ്റ് എന്നൊക്കെ എഴുതാൻ പറ്റൂ. മനസ്സിലായോ? എല്ലാ കാര്യവും അറിയാമായിരിക്കും. അയ്യോ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് എഴുതിയില്ലെങ്കിൽ പറയോ ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നല്ലോ, ഞാനിതൊന്നും എഴുതിയില്ല എന്ന് പറയാൻ സാഹചര്യം വരുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഓഫ് വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കിത് പറയുന്നത്. അപ്പം ഞാനിതിനകത്ത് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പേ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാർഡ്, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് എന്ന് സിംപ്ലി ഒന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞാൻ മെയിൻലി പറയുന്നത് മാനേജ്മെൻറ്റ് എന്താണെന്ന് 2 ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് സെക്യൂറിങ് മാക്സിമം റിസൾട്ട് വിത്ത് മിനിമം എഫേർട്സ് ടു സെക്യൂർ മാക്സിമം പ്രോസ്പെരിറ്റി ആൻഡ് ഹാപ്പിനെസ് ഓഫ് ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ആൻഡ് ഗിവ് ദ പബ്ലിക് ദ ബെസ്റ്റ് പോസിബിൾ സർവീസ്. ഇത് ജോൺ മേ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയേക്കുന്നതാണ്. അത് ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഏതോ ഡെഫിനേഷൻ പറഞ്ഞു കൊടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായല്ലോ മാനേജ്മെൻറ്റ്. അപ്പോൾ ഒന്ന് റിവ്യൂ ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് റിവ്യൂവലാണ്, കാരണം നമ്മുടെ ടോപ്പിക്ക് വാർഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യമേ നിങ്ങൾ ഈ 2ൻ്റെ മീനിങ് എഴുതണം. വാർഡ് എന്താ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വാർഡ്, ഓർ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് വാർഡ്, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് 2 എഴുതിയിട്ടതിന് ശേഷമേ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പം പിന്നെ മാനേജ്മെൻറ്റ് സിംപ്ലസ്റ്റ് മീനിങ് അല്ലെങ്കിൽ വേറൊരു ഡെഫിനിഷൻ പറയാം. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് ദ തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നതിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതും ഒരു വേറെ ജെയിംസ് എൽ ഹൈസ് എന്ന് പറയുന്ന ഒരാൾ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇനി വാർഡിൻ്റെ മീനിങ് നോക്കാം അല്ലെങ്കിൽ ഡെഫിനിഷൻ നോക്കാം. വാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ കൺസിസ്റ്റിംഗ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ് അഡ്മിറ്റഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ശരിയല്ലേ? സിംപ്ലി ആർക്ക് വേണമെങ്കിലും എഴുതാം. വാർഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ യൂണിറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ കൺസിസ്റ്റിംഗ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ കൺസ്യൂമേഴ്സ് അഡ്മിറ്റഡ് ഫോർ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. അല്ലേ? അവർ ആശുപത്രി വന്നേക്കുന്ന രോഗം ബാധിച്ച് വന്നേക്കുന്നതാണ്. അവർക്ക് വന്നു കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യും, രോഗം എന്താണെന്ന് കണ്ടെത്തും, പിന്നെ അവർക്ക് അതിൻ്റെതായ മരുന്നും കെയറും ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവരുടെ രോഗം ഭേദഭാഗം അവർ വീട്ടിൽ പോകും. അതിനാണല്ലോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു
ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത് തന്നെ അല്ലേ. അപ്പോൾ അത് രണ്ടും അറിഞ്ഞല്ലോ. ഇനി അടുത്തത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പേഴ്സൺ ദ ഹെഡ് നേഴ്സ് എന്നുള്ള ആളാണ്. അതായത് ഒരു വാർഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ വാർഡിൽ ഏറ്റവും ഇപ്പം തന്നെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ് വേണമല്ലോ. അതുപോലെ തന്നെ നേഴ്സിങ്ങിൻ്റെ സൈഡ് എടുക്കുമ്പോൾ ഇപ്പോൾ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെഡിക്കൽ സൈഡിലെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, ആരെങ്കിലും ഫിസിക്കൽ ഒരു പ്രൊഫസറോ, ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പ്രൊഫസറോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് പോലെയുള്ള ആരെങ്കിലും സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്. അത് സർജിക്കൽ സൈഡിലുണ്ടാകാം, മെഡിക്കൽ സൈഡിലുണ്ടാകാം, പീഡിയാട്രിക് സൈഡിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഹെഡ് കാണും അല്ലേ. അതുപോലെ അത് മെഡിക്കൽ സൈഡാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ നേഴ്സിംഗ് സൈഡ് എടുക്കുമ്പോഴും ഓരോ യൂണിറ്റിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ഓരോ വാർഡിൽ ചെല്ലുമ്പോഴും അവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ നേഴ്സിംഗ് പേഴ്സൺ ആയിരിക്കും ആ വാർഡിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും തീരുമാനിക്കുന്നതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതൊക്കെ. അവരെ ആ ഒരു പ്രത്യേക ഡെസിഗ്നേഷൻ, അതായത് നമ്മളിപ്പോൾ പറയാറുണ്ട് യൂഷ്വലി അങ്ങനെയുള്ള ആൾക്കാരെ വാർഡിൻ്റെ സുപ്രീം പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദി ഓവറോൾ ചാർജ് ഓഫ് ദി നേഴ്സിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ആളിനെ നമ്മളൊരു പക്ഷേ വാർഡ് സിസ്റ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് എന്ന് പറയും, അല്ല സീനിയർ സിസ്റ്റർ എന്ന് പറയും അല്ലേ. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ വാർഡ് നേഴ്സ്. അപ്പോൾ അവരാരാണെന്നും അവരുടെ ഉത്തരവാദിത്തം എന്താണെന്നും നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ വാർഡ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ശരിക്കും മനസ്സിലായോ. അപ്പോൾ വാർഡ് എന്താണെന്ന് മനസ്സിലായി, മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ദ ഹെഡ് നേഴ്സ് ഓർ ഇൻചാർജ് ഓഫ് എ വാർഡ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹെർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് consisting with the institutional objective to assess ward accomplishment and shortcomings. She is in charge of ward management. മനസ്സിലായോ. അപ്പോൾ വാർഡ് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ പറയുന്ന പേരാണ് ദ സീനിയർ മോസ്റ്റ് പേഴ്സൺ ഹു ഈസ് മാനേജിങ് ദ വാർഡ് ഈസ് നോൺ ആസ് വാർഡ് സിസ്റ്റർ ഓർ ഹെഡ് നേഴ്സ് ആൻഡ് she is in charge of the ward. She must establish her own developmental objectives. അതായത് ആ വാർഡ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കാം അല്ലേ. അവരൊക്കെ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിച്ചിട്ട് വന്ന് നേഴ്സിംഗ് പുസ്തകം പഠിച്ച് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആൾക്കാരാണ് ഹെഡ് നേഴ്സ് ആകുന്നതും അല്ലെങ്കിൽ വാർഡ് സിസ്റ്റർ ആകുന്നതും. അവർക്ക് അവരുടേതായ ആ വാർഡ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്ത് പോകാൻ അവരുടേതായ ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവരാം അല്ലേ. എന്നിട്ട് അത് ചിട്ടവട്ടങ്ങളൊക്കെ ശരിയാക്കിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഈ വാർഡ് ഇങ്ങനെ പോയാൽ മാത്രമേ ശരിക്കും ഫങ്ഷൻ ചെയ്യത്തുള്ളൂ, മാക്സിമം പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ, പേഷ്യൻ്റ് കെയർ ഇഫക്റ്റീവ് ആകാൻ പറ്റത്തുള്ളൂ ഒരു ഐഡിയ അവർക്ക് കാണുമല്ലോ. അത് വെച്ച് അവരുടെ സ്വന്തം ഒബ്ജക്റ്റീവ് ഉണ്ടാക്കാം വാർഡ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി, എഫിഷ്യൻ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ഉണ്ടാക്കുന്ന ഒബ്ജക്റ്റീവ് ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവുമായിട്ട് പൊരുത്തപ്പെട്ട് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ. അതായത് പറയുന്നത് ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വാർഡ് സിസ്റ്ററിന് മെഡിക്കൽ എക്സപ്ഷൻസ് അനുസരിച്ചായിരിക്കും അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അതേസമയം സർജിക്കൽ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനോ അവിടുത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ജേം ഫ്രീ ആകണം. അവരപ്പോൾ സർജിക്കൽ എക്സപ്സിക് മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യണം അല്ലേ. അതേസമയം പീഡിയാട്രിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചെറിയ ആൾക്കാരാണ്, അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമായവരല്ല, അവർ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാണ്, ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പേരൻസ്. അപ്പോൾ കുട്ടികളുടെ വാർഡാകുമ്പോൾ അവിടെ പേരൻസിനെയും കൂടെ അല്ലെങ്കിൽ മദറിനെയും കൂടെ നമ്മൾ അലോ ചെയ്യും ടു ബി വിത്ത് ദ പേഷ്യൻറ്റ് അല്ലേ. അതേസമയം മറ്റുള്ള വാർഡിലൊന്നും അങ്ങനെയല്ല, അവർ പേഷ്യൻറ്റ് മാത്രമായിരിക്കും അവിടെ. വിസിറ്റിംഗ് ടൈമിൽ മാത്രമേ ആരെങ്കിലും കൂടെ അലോ ചെയ്യത്തുള്ളൂ അല്ലെ, വിസിറ്റ് ചെയ്യാൻ അലോ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറെ അത്യാവശ്യമാണെങ്കിൽ അലോ ചെയ്യും. ചിലപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ ആണെങ്കിൽ ആരെയും അലോ ചെയ്യത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള പേഷ്യൻറ്റ് ഏത് തരമാണോ, അയാളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസീസ് എങ്ങനെയാണോ, അയാളുടെ ഏത് ടൈപ്പ് ഓഫ് ഡിസീസാണോ അതിനനുസരിച്ച് ആയിരിക്കാം അവിടുത്തെ ചിട്ടവട്ടങ്ങളും പോളിസിയും പ്രൊസീജിയറും റൂൾസും റെഗുലേഷനും ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ദ പേഷ്യൻറ്റ് ഷുഡ് ഗെറ്റ് മാക്സിമം ഇഫക്റ്റീവ് കെയർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു പ്രൈവസി കണ്ടെയ്നിങ് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാൻ പോവാം, ഡോക്ടർ റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചാൽ. അപ്പോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ചുറ്റും ഒരുപാട് റിലേറ്റീവ്സ് കൂടി നിന്ന് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൂടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറെ ഒന്നൊന്ന് നിജപ്പെടുത്തും, അല്ലെങ്കിൽ എപ്പോഴും വിസിറ്റേഴ്സ് വരാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് വിസിറ്റിംഗ് ടൈം ഓൺലി ഈവനിങ് 4 to 5 മാത്രമേ ഉള്ളൂ, 1 hour കഴിയുമ്പോൾ എല്ലാവരും വെളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? കാരണം പേഷ്യൻസിന് പ്രൈവസി വേണം, ഡോക്ടേഴ്സിനും നേഴ്സസിനും കെയർ കൊടുക്കുന്നതിന് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പ്രൈവസി വേണം, അല്ലെങ്കിൽ മറ്റുള്ളവർ ആവശ്യമില്ലാതെ കയറി ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിന് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷനുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരണമായിട്ട് ഓരോ വാർഡിലെയും ഇൻചാർജ് സിസ്റ്റർ അല്ലെങ്കിൽ വാർഡിലെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുന്ന ഹെഡ് നേഴ്സ്, അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷനും അവരുടേതായ ഒബ്ജക്റ്റീവ്സും ആ വാർഡിന് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം.
ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും അവർ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഒരുപക്ഷെ സർജിക്കൽ വാർഡിലെ പിന്നെ വാർഡിലെ ഒബ്ജക്റ്റീവ് പോലെ ആയിരിക്കത്തില്ല മെഡിക്കൽ വാർഡിലെ, അതുപോലെ ആയിരിക്കത്തില്ല ഒരു സൈക്കാട്രിക് വാർഡിലെ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ പേഷ്യൻറ്റിന് ബെസ്റ്റ് പോസിബിൾ കെയർ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ ഇൻചാർജ് സിസ്റ്റർ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ് സിസ്റ്റർ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കിയെടുക്കാം. ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നിയോനറ്റൽ വാർഡിൽ പോവുക, കുട്ടി വളരെ വളരെ ജസ്റ്റ് ബോൺ കുട്ടിയാണ്, അതിന് റെസിഡൻസ് പവർ ഇല്ല. അങ്ങനെ ഇല്ലെന്ന് ഒരുപാട് ആൾക്കാർ എപ്പോഴും അവിടെ വിസിറ്റ് ചെയ്യാനും കുട്ടിയെ പോയി ഹാൻഡിൽ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അമ്മയെ മാത്രമേ ചിലപ്പോൾ അലോ ചെയ്യത്തുള്ളായിരിക്കും കുട്ടിയെ കാണാൻ, വേറെ ആരും അലോ ചെയ്യത്തില്ലായിരിക്കും. അമ്മ ചെന്നാൽ തന്നെ പ്രത്യേക ഗൗൺ ഇടണം, പ്രത്യേക ഗ്ലൗസ് ഇടണം, എന്നിട്ട് മാത്രമേ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ കുറേ കൂടെ ഡിഫറൻറ്റാണ്. കാരണം എന്താ, കുട്ടിക്ക് റെസിസ്റ്റൻസ് പവർ ഇല്ലാത്ത ഒരു കുട്ടിയാണ് നിയോനറ്റൽ വാർഡിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ആർക്ക് ചെന്ന് കുട്ടിയെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ അടിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്ററിന് അവരുടേതായ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കാം. മനസ്സിലായോ? അതെന്തിനു വേണ്ടിയാണ്? കുട്ടിയുടെ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. ഒരുപക്ഷെ അമ്മയെ മാത്രമല്ല ചെയ്തിട്ട് അമ്മയോട് വന്ന് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തിട്ട് പോകാൻ പറയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ സക്ക് ചെയ്യാൻ കഴിവില്ലാത്ത കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് അമ്മ കൊണ്ടുവന്ന് തന്നിട്ട് പോകുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം ഒരു ഡോറിനൊരു ജസ്റ്റ് കുട്ടിയെ കാണാൻ വേണ്ടി മാത്രം കുറച്ച് ഗ്ലാസ് പാർട്ടിക്കിളുള്ള ഒരു ഡോറായിരിക്കും. അപ്പോൾ ഈ അമ്മയ്ക്ക് ആ ഡോറിൻ്റെ ആ ഒരു ഗ്ലാസ് വിൻഡോയിൽ കൂടെ മാത്രമേ കുട്ടിയെ കാണാൻ പറ്റൂ, കാരണം അകത്തോട്ട് കയറ്റത്തില്ല. അങ്ങനെ വരുമ്പം അപ്പം അതേസമയം സൈക്കാട്രിക് വാർഡാണെങ്കിൽ കുറേ കൂടെ ഡിഫറൻറ്റാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണ്, വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് ഇതൊന്നും അറിയാൻ മേത്തൊരു പേഷ്യൻ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ളപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് ഫോർ എക്സാമ്പിൾ അവർ ഒത്തിരി അഗ്രസീവ് ആകുമ്പോൾ അവരെ സെല്ലിൽ അടയ്ക്കാറുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഡിസീസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒബ്ജക്റ്റീവ്സും അതിനനുസരിച്ചുള്ള പോളിസി പ്രൊസീജിയർ, ചിട്ടവട്ടങ്ങൾ, വിസിറ്റിംഗ് എല്ലാം തന്നെ അങ്ങനെയായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കുന്നത് ദ ഹെഡ് നേഴ്സ് ഇൻ ചാർജ് ഓഫ് ദ വാർഡ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹെർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ് കൺസിസ്റ്റിംഗ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒബ്ജക്റ്റീവ്സ് ടു അസസ് വാർഡ് accomplishment and shortcomings, and she is in charge of the ward management. അവരായിരിക്കും വാർഡിൻ്റെ മാനേജ്മെൻറ്റ്. നേഴ്സിംഗ് സൈഡിലെ മാനേജർ എപ്പോഴും ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ വാർഡ് സിസ്റ്റർ ആയിരിക്കും. അവർക്ക് ആ വാർഡ് നല്ലപോലെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളും ഒബ്ജക്റ്റീവ്സും അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. മനസ്സിലായോ? പിന്നെ അവരുടെ വേറെ കുറേ കൂടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷീ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഗുഡ് നേഴ്സിംഗ് ടു ഓൾ പേഷ്യൻസ് ഇൻ ഹെർ വാർഡ് ഫോർ 24 hours എ ഡേ, അല്ലേ? അവർ ഡയറക്റ്റ് പേഷ്യൻ്റെ ഒരു കെയർ ഒരുപക്ഷെ അവർ കൊടുക്കുന്നില്ല. അവരുടെ അണ്ടറിൽ ഒത്തിരി സ്റ്റാഫ് നേഴ്സ് ഉണ്ടായിരിക്കും. ആ സ്റ്റാഫ് നേഴ്സസിനെല്ലാം ഇപ്പോൾ തന്നെ 30 പേഷ്യൻ്റുള്ള ഒരു വാർഡാണെങ്കിൽ ഇപ്പോൾ 5 അല്ലെങ്കിൽ 4 സ്റ്റാഫ് നേഴ്സോ അല്ലെങ്കിൽ 3 സ്റ്റാഫ് നേഴ്സ് മോർണിംഗ് ഡ്യൂട്ടിയിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരാൾ 10 പേരെ നോക്കുന്നുള്ള തരത്തിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു ദിവസം ആൾ കുറവാണ്, 2 പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാർഡ് കുറേ കൂടെ ബിസിയാണ്. ഒരു പേഷ്യൻ്റ് 15 പേരെ എന്നും 10 പേര് നോക്കുന്നതാണെങ്കിൽ ഒരു ദിവസം ഈ സ്റ്റാഫ് കുറവുള്ള ദിവസം 15 പേഷ്യൻറ്റിനെ ഒരാൾ നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ അവിടെ അവർ കുറേ കൂടെ ബിസി ആകുന്നുണ്ടേ ഹെഡ് സിസ്റ്ററിനും പോയി അവരെ ഹെൽപ്പ് ചെയ്യും പല കാര്യങ്ങളിലും. തന്നെയല്ല ഹെഡ് സിസ്റ്ററിന് കുറേ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവർ പല കാര്യങ്ങൾക്കും വാർഡിൽ വെളിയിൽ പോകേണ്ടി വരും, പല ഡിപ്പാർട്ട്മെൻറ്റിൽ പോകേണ്ടി വരും, ചിലപ്പം ജനറൽ സ്റ്റോറിൽ പോകേണ്ടി വരും, ചിലപ്പോൾ CSSD പോകേണ്ടി വരും, ചിലപ്പം ഇൻചാർജ് നേഴ്സസിൻ്റെ അല്ലെങ്കിൽ ഹെഡ് നേഴ്സസിൻ്റെ മീറ്റിംഗ് കാണാം. അങ്ങനെയുള്ള ഒരുപാട് വേറെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കൊക്കെ ഉള്ളപ്പം അവരുടേതായ ചില ജോലികൾ ജൂനിയേഴ്സ് സ്റ്റാഫ് നേഴ്സസിന് ഡെലിഗേറ്റ് ചെയ്തിട്ട് പോകാം. മനസ്സിലായോ? പക്ഷേ എന്നാലും അവർക്കാണ് ആ വാർഡിലെ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവർക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഷീ ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഗുഡ് നേഴ്സിംഗ് ഫോർ ഓൾ പേഷ്യൻസ് ഇൻ ഹെർ വാർഡ് ഫോർ 24 hours ഇൻ എ ഡേ. അപ്പോൾ വാർഡിൽ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ ആരെ ആദ്യം വിളിക്കുന്നത്? തീർച്ചയായിട്ടും ആ വാർഡിൻ്റെ ഇൻചാർജ് അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് ആരാണ് അവരെയാണ് വിളിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് നേഴ്സിംഗ് കെയർ ടു ഓൾ പേഴ്സൺസ് ഇൻ ഹെർ വാർഡ് ഫോർ ദ 24 hours. ഈ 24 hours എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരു വാർഡിൽ കാണത്തില്ലല്ലോ. പക്ഷേ അവർ ഇൻചാർജ് ആണെങ്കിൽ പോലും അവരുടെ ഡ്യൂട്ടി ടൈം ചിലപ്പം 8 to 4 ആയിരിക്കും. അത് കഴിഞ്ഞ് 4 to അല്ലെങ്കിൽ 12 വരെ വേറെ ഈവനിങ് ഡ്യൂട്ടിക്കാരായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടിക്ക് വേറൊരാളായിരിക്കും. പക്ഷേ എന്നാലും അവരാണല്ലോ ഈ ഡ്യൂട്ടി ഷെഡ്യൂൾ ഉണ്ടാക്കി ഓരോ സ്റ്റാഫിനും ഇട്ടിട്ട് പോകുന്നത്. എന്നാലും ഈ 24 മണിക്കൂർ നേരത്തെയും പേഷ്യൻ്റ് കെയറിൻ്റെ ചുമതല ഹെഡ് നേഴ്സിനാണ്, ഈവൻ ദോ ഷീ ഈസ് ഡെലിഗേറ്റിംഗ് ദ ഡ്യൂട്ടി ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്. മനസ്സിലായോ? അതാണ് പറയുന്നത് ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് നേഴ്സിംഗ് കെയർ ഫോർ ഓൾ പേഷ്യൻസ് ഇൻ ഹെർ വാർഡ് ഫോർ 24 hours എ ഡേ.
പിന്നെ ക്യാരിയിങ് ഔട്ട് ദ മെഡിക്കൽ കെയർ ഡെലിഗേറ്റഡ് ബൈ ദ ഡോക്ടേഴ്സ്. അതായത് ഇപ്പോൾ രാവിലെ ഡോക്ടേഴ്സ് എല്ലാം വന്നു റൗണ്ട്സ് എടുക്കുന്നു. അത് ഇന്നലത്തേൽ നിന്ന് ഇന്ന് പേഷ്യൻ്റ് എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് അവർ റൗണ്ട്സിന് വരുന്നത്. അപ്പം ഒരു ദിവസം കൂടെ മരുന്ന് കഴിച്ചപ്പോൾ പേഷ്യൻ്റ് എങ്ങനെയായി, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ അതോ ഡിറ്റീരിയറേറ്റ് ചെയ്യുകയാണോ, പേഷ്യൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, പ്രോഗ്നോസിസ് എങ്ങനെയാണ്, ഇതെല്ലാം ഡോക്ടേഴ്സ് അറിഞ്ഞിട്ട് ചിലപ്പം പുതിയ ഇൻവെസ്റ്റിഗേഷൻ എഴുതും, ചിലപ്പം പുതിയ മെഡിസിൻ മാറ്റി എഴുതും. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് അനുസരിച്ച് ഫുൾ റെസ്പോൺസിബിലിറ്റി പേഷ്യൻ്റ് കെയറിന് കൊടുക്കേണ്ടത് നഴ്സിൻ്റെ ചുമതലയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സൂപ്പർവൈസറി പൊസിഷൻ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ എൻ്റെ അണ്ടറിലുള്ള ഓരോരുത്തരും ഇതെല്ലാം പേഷ്യന് വേണ്ടി ചെയ്തോ എന്ന് നോക്കുന്ന ആൾ ഹെഡ് നഴ്സാണ്. അതാണ് ക്യാരിയിങ് ഔട്ട് ദ മെഡിക്കൽ കെയർ ഡെലിഗേറ്റഡ് ബൈ ദ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈവൻ ദോ ഷീ ഈസ് നോട്ട് ഡയറക്ട്ലി ഡൂയിങ് ടു ഓൾ ദ പേഴ്സൺ, ഷീ ഈസ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ. മനസ്സിലായല്ലോ? ഇപ്പോൾ 10 പേരെ വീതം അല്ലെങ്കിൽ 30 പേരെ 3 പേർക്കായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത ഒരു 3 പേര് അവർക്ക് അസൈൻ ചെയ്ത പേഷ്യൻ്റിനെയാണ് ഓരോ സ്റ്റാഫ് നഴ്സ് അണ്ടർ ഹെർ ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ സംശയ നിവാരണം നടത്തുക, അവർക്ക് എന്തെങ്കിലും കെയർ കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നെങ്കിൽ അത് വന്ന് സിസ്റ്ററിനോട് പറഞ്ഞ് സിസ്റ്റർ അതിന് സൊല്യൂഷൻ കണ്ടെത്താം, അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഇൻഫോം ചെയ്യേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യാം. ഈ പറയുന്ന ഓവറോൾ ഉത്തരവാദിത്വം ഹെഡ് നഴ്സിനാണ്. അതാണ് പറയുന്നത് ക്യാരിയിങ് ഔട്ട് ദ മെഡിക്കൽ കെയർ ഡെലിഗേറ്റഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഓക്കെ. പിന്നെ കോർഡിനേറ്റിംഗ് ദ പേഷ്യൻ്റ് കെയർ ആക്ടിവിറ്റീസ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാർഡിൽ ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൽ തന്നെ കിടന്ന് അവിടെ വെച്ച് എല്ലാം പേഷ്യൻ്റ് നടക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ലാബിലേക്ക് ബ്ലഡ് വിടണമായിരിക്കും. പിന്നെ പേഷ്യൻറ്റിന് നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നല്ല വൃത്തിയുള്ള ബെഡിലൊക്കെ കിടക്കണമെങ്കിൽ ലോണ്ട്രി സർവീസ് കിട്ടണം അല്ലേ. പിന്നെ പല പല ഇൻവെസ്റ്റിഗേഷൻസിനും ബ്ലഡെല്ലാം ലാബിലേക്ക് വിടണമെന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് പോയി കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ജനറൽ സ്റ്റോറിൽ പോയി പേഷ്യൻ്റെ കെയറിന് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ് മേടിക്കണം. മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, CSSD ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം പേഷ്യൻ്റ് കെയറുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നവരുമായിട്ട് റെഗുലർ കോണ്ടാക്റ്റിലുണ്ടാകണം. ഷീ ഹാസ് ടു കോർഡിനേറ്റ് ദ പേഷ്യൻ്റ് കെയർ ആക്ടിവിറ്റീസ് വിത്ത് ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ചിലപ്പോൾ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പേഷ്യനെ കൺസൾട്ടേഷൻ വിടും അല്ലേ. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനുണ്ട് എന്തെങ്കിലും സർജിക്കൽ വാർഡിൽ അല്ലെങ്കിൽ മെഡിക്കൽ വാർഡിൽ കിടക്കുന്ന പേഷ്യൻ്റ് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, പക്ഷേ പേഷ്യൻ്റെ ദേഹത്തെല്ലാം ചൊറിഞ്ഞ് അടിച്ചിരിക്കുന്നു. എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും അവർ റെഫർ ചെയ്യും, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ എന്നും പറഞ്ഞ് റെഫർ ചെയ്യും. അപ്പോൾ പേഷ്യനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിന് അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അങ്ങോട്ട് വിളിച്ച് ചോദിക്കുക എപ്പോൾ കൊണ്ടുവരണം, അപ്പോയിൻമെൻറ്റ് എടുക്കുക, പേഷ്യൻ്റ് അതിനനുസരിച്ച് ആരെങ്കിലും കൂട്ടി വിടുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ആ ഡോക്ടറിൻ്റെ അഡ്വൈസ് എന്താണെന്ന് നോക്കുക, അത് ട്രീറ്റിംഗ് ഡോക്ടറിനോട് കൺവേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള വേറെ എന്തെങ്കിലും മെഡിസിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കണം അല്ലേ. അപ്പം ഒരു ആശുപത്രിയിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് ആ ഒരു യൂണിറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഈ പറയുന്ന ഹെഡ് നഴ്സിനുണ്ട്. ഓക്കെ. പിന്നെ ഈസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ഹെർ സ്റ്റാഫ് ഓർ പേഴ്സണൽ ഇൻ ഹെർ വാർഡ് ഫോർ ദ ഓറിയൻറ്റേഷൻ ഫോർ ദ ന്യൂ സ്റ്റാഫ് ടു ഹെർ വാർഡ് ആൻഡ് ടു ദ ഹോസ്പിറ്റൽ. അതായത് പുതിയൊരാളുടെ ആശുപത്രി വരിക, പുതിയതായിട്ടൊരു സിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്, അത് ആ ഒരു അവരുടെ വാർഡിൽ വരുമ്പോൾ ആ പേഴ്സണ് വേണ്ട ഓറിയൻറ്റേഷൻ കൊടുക്കണം. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ മാത്രം ഓറിയൻറ്റേഷൻ അല്ല, ഹോൾ ഹോസ്പിറ്റലിന് ഓറിയൻറ്റേഷൻ കൊടുക്കണം. ലാബ് എവിടെയാണ്, CSSD എവിടെയാണ്, മോർച്ചറി എവിടെയാണ്, ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റെ കെയറുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിഫറെൻറ്റ് യൂണിറ്റ്സുകൾ എവിടെയാണെന്ന് ഓറിയൻറ്റേഷൻ കൊടുക്കണം. അതും ഹെഡ് നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ മനസ്സിലായോ. പിന്നെ റെസ്പോൺസിബിൾ ഫോർ ഇൻസ്ട്രക്ടിങ് ടു ഓൾ ഹെർ പേഴ്സണൽ, അതായത് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. അതായത് ഇവിടുത്തെ പോളിസികൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്. തന്നെയല്ല ഒരു വാർഡിന് പ്രൊസീജിയർ മാനുവലോ അല്ലെങ്കിൽ ഒരു പോളിസി ബുക്കോ ഒക്കെ കാണും, വരുമ്പോൾ തന്നെ എടുത്ത് അവർക്ക് കൊടുക്കണം. ഇതെല്ലാം വായിച്ച് നോക്ക്, എന്നിട്ട് ഇതിനകത്ത് വാർഡിലെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അതായത് എന്നൊക്കെയാണ് ഓഫ് കിട്ടുന്നത്, എപ്പോഴൊക്കെയാണ് ഓഫ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഓരോ ഡ്യൂട്ടിക്ക് എത്ര പേരൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഡേ ഡ്യൂട്ടിക്ക് എത്ര, ഈവനിങ് ഡ്യൂട്ടിക്ക് എത്ര, നൈറ്റ് ഡ്യൂട്ടിക്ക് എത്ര, പിന്നെ ഓരോരുത്തർക്ക് ഓഫ് കിട്ടുന്നതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് വെക്കേഷൻ കിട്ടണമെങ്കിൽ അതെങ്ങനെയാണ്, പിന്നെ ഏതെങ്കിലും കാരണവശാൽ അവർക്ക് ലീവ് എടുക്കുകയാണെങ്കിൽ എത്ര ലീവ് എടുക്കണമെങ്കിൽ ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനും പ്രൊസീജിയറും പോളിസിയും എല്ലാം ഒരു വാർഡിലുണ്ടാകും. അത് ആ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഇതെല്ലാം അറിഞ്ഞില്ലെങ്കിൽ പഴയ ആൾക്കാരും അറിയണം. അതുകൊണ്ട് അവർക്കൊന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും വാർഡിൽ കുഴപ്പം സംഭവിച്ചു, പേഷ്യൻ്റ് കെയറിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പറയാൻ പാടില്ല. കാരണം അതുപോലെ അവരെ അവെയർ ആക്കുക എന്നുള്ള, ആദ്യമേ പറഞ്ഞു കൊടുക്കണം, അവെയർ ആക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് റിസോഴ്സ്
എവിടെയൊക്കെയാണ് ഇത് അറിയേണ്ട കാര്യങ്ങൾ എന്നുകൂടി അവർക്ക് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പല യൂണിറ്റ് ഹെഡും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ടെലിഫോൺ നമ്പർ, ഒരു എമർജൻസി വന്ന ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, എങ്ങോട്ട് ബന്ധപ്പെടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. കാരണം നമ്മൾ ലൈഫായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് നേഴ്സസ്. അപ്പോൾ ഒരു പെട്ടെന്നൊരു പേഷ്യൻ്റ് ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകുന്നു, പെട്ടെന്ന് കഴിയുന്നത്ര നേരത്തെ അതിന് മാക്സിമം കെയർ അവൈലബിൾ ആക്കണം, മെഡിക്കൽ സർവീസ് അവൈലബിൾ ആക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡിൻ്റെ ടെലിഫോൺ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ആരെ ഇൻഫോം ചെയ്യണം, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആരാണ്, ആളിൻ്റെ പേരെന്താണ്, നമ്പർ എന്താണ്, ഇങ്ങനെയുള്ള എങ്ങനെയൊക്കെ വിളിക്കാം. ഇൻഡിവിജ്വൽസ് വേരി ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഓരോ ഡോക്ടർമാരുടെയും ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ്. ചിലപ്പോൾ ചില ഡോക്ടേഴ്സ് പറയും യൂണിറ്റ് ഹെഡിനെ മെയിൻലി ആരും ഡയറക്റ്റ്ലി വിളിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെയോ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ഒരാളിനെയും വിളിച്ച് അദ്ദേഹത്തിനോട് ഇൻഫോം ചെയ്തിട്ട് അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ വയ്യെങ്കിൽ അദ്ദേഹം പിന്നെ ചീഫിനെ വിളിച്ചോളും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് പുതിയതായിട്ട് വരുന്നവർക്കും അറിയാൻ വയ്യാത്തവർക്കും പറഞ്ഞു കൊടുക്കണം. അതാണ് പറഞ്ഞത്, ഷീ ഈസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ഹെർ സ്റ്റാഫ് പേഴ്സണൽ ഇൻ ഹെർ വാർഡ് ഫോർ ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ ന്യൂ സ്റ്റാഫ് ടു ഹെർ വാർഡ് ആൻഡ് ടു ദ ഹോസ്പിറ്റൽ. പിന്നെ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻസ്ട്രക്ഷൻ ടു ഓൾ ദ പേഴ്സണൽ. എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ട് ചെയ്യാനുള്ള ആധികാരികമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ ഇൻചാർജിനാണ് അല്ലെങ്കിൽ വാർഡ് സിസ്റ്ററിനാണ്. പിന്നെ സൂപ്പർവിഷൻ ഓഫ് ദി പെർഫോമൻസ് ഓൺ റെഗുലർ സിസ്റ്റമാറ്റിക് മെത്തേഡ്, അതായത് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, മടിച്ചുകളാണോ അതോ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ, ഉത്തരവാദിത്വ ബോധം ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യം, അതോ എന്തെങ്കിലും കാര്യേൽപ്പിച്ചാൽ ചെയ്യാത്തവരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അസസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം, ചെയ്യുന്ന ജോലിയിൽ സൂപ്പർവൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വാർഡ് ഇൻചാർജിനാണ് അല്ലെങ്കിൽ ഹെഡ് നഴ്സിനാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ വാർഡ്, who is the administrator or who is the responsible person, who is the manager of a ward, and what all she is expected to do in the ward. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ പിന്നെ വാർഡ് മാനേജ്മെൻറ്റ് ഈസിയായി. മനസ്സിലായോ? പിന്നെ വാർഡ് മാനേജ്മെൻറ്റ് വരുന്ന വേറൊരു കാര്യം, ചിലപ്പം അത് ഈ പറയുന്ന വാർഡെന്ന് പറയുന്നതും ഒരു ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റ് നേഴ്സസ് വരും അല്ലേ? ചിലപ്പോൾ അങ്ങനെ എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ആകണമെന്നില്ലല്ലോ. അപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റിലും കുട്ടികൾ വരുന്ന വാർഡിലെ മാനേജ്മെൻറ്റും തമ്മിൽ വ്യത്യാസം കാണും. കാരണം ചില ഡ്യൂട്ടികൾ അവർ പഠിക്കാനും കൂടെ വരുന്നവരല്ലേ, അപ്പോൾ ചില ഡ്യൂട്ടികൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ തന്നെ 100% ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കാമോ, അല്ലെങ്കിൽ അവരെ സൂപ്പർവൈസ് ചെയ്യണം, അവരെന്തെങ്കിലും തെറ്റ് ചെയ്യാൻ പാടില്ല, അതുപോലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർ ഒബേ ചെയ്യണം, ഹോസ്പിറ്റൽ പോളിസി അവർ ഒബേ ചെയ്യണം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ ആരെ കോൺടാക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം. ഇപ്പോൾ തന്നെ ഹെഡ് നഴ്സ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഫ്രം വെയർ ദേ ആർ സെൻഡിങ് ദ സ്റ്റുഡൻസ് ടു ദ വാർഡ് അല്ലേ? അപ്പോൾ ആ വിടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പൾ ആരാണോ അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആരാണോ അവരുമായിട്ടും ഈ പറയുന്ന വാർഡിലെ സിസ്റ്റം ലിങ്ക് ഉണ്ടാവണം. കാരണം അവരുടെ പെർഫോമൻസ് ഇവിടെ എങ്ങനെയാണ്, അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യത്തക്കവണ്ണമാണോ അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളുണ്ട് ഹെഡ് നഴ്സിന്. മനസ്സിലായോ? അതാണ് സൂപ്പർവിഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് റെഗുലർ സിസ്റ്റമാറ്റിക് മെത്തേഡ്. അത് കുട്ടികളെ തന്നെയല്ല അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരെ പോലും സൂപ്പർവൈസ് ചെയ്യണം, അസസ് ചെയ്യണം. കാരണം ഇയർലി ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുക്കുക, ഇൻക്രിമെൻറ്റ് കൊടുക്കുക ജോലിയിൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഹെഡ് സിസ്റ്ററിനോടാണ് ചോദിക്കുന്നത്, വാട്ട് ഇസ് ഹെർ ഒപ്പീനിയൻ റിഗാർഡിങ് ദ സ്റ്റാഫ് വർക്കിംഗ് അണ്ടർ ഹെർ. അതിനകത്ത് മടിച്ചുകളുണ്ടാകാം, നല്ലപോലെ പെർഫോം ചെയ്യുന്നവരുണ്ടാകാം, നല്ല തരം റിപ്പോർട്ട് സിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരുണ്ടാകാം, പുവർ റിപ്പോർട്ട് കിട്ടുന്നവരുണ്ടാകാം. അതുപോലെ പിന്നെ ക്യാരക്ടർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ, അത് മറ്റുള്ളവരുമായിട്ട് ഇൻ്റർ റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അവർ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരാണോ, കോപ്പറേറ്റ് ചെയ്ത് പോകുന്നവരാണോ, അല്ലെ അവരെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഒക്കെ വാർഡിലെ ഇൻചാർജാണ് അല്ലേ? അപ്പോൾ അവർ ഡെയിലി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരല്ലേ, അപ്പോൾ അവർക്ക് മനസ്സിലാകും ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ആൻഡ് വാട്ട് ഷീ ഈസ് ആൻഡ് വാട്ട് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് ഹെർ. മനസ്സിലായോ? അതൊന്ന്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് വാർഡ് എന്താണെന്ന് നോക്കാം.
ഓക്കെ. അപ്പോൾ ഒരുപാട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് തീർച്ചയായും അവരുടേതായ ഒബ്ജക്റ്റീവ് കാണുമല്ലോ. ആ ഒബ്ജക്റ്റീവ്സിനകത്ത് മെയിൻലി ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ടു ദ പേഷ്യൻസ് അഡ്മിറ്റഡ് ഇൻ ദ വാർഡ് ബൈ യൂട്ടിലൈസിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്. അല്ലേ, ഒരു വാർഡിൽ ആശുപത്രിയിൽ വന്ന പേഷ്യൻറ്റിന് മാക്സിമം ബെസ്റ്റ് സ്റ്റാൻഡേർഡ് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി. അത് നമ്പർ 1 ആയിട്ട് ആയിട്ടേക്കുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണ്? ബൈ യൂട്ടിലൈസിങ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ കഴിവ് ഏറ്റെടുത്ത് അവരുടെ ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ അണ്ടറിലാണ് നേഴ്സിംഗ് കെയർ നടക്കുന്നത്. അതാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്, നേഴ്സസ് വർക്കിംഗ് ഇതേ. പിന്നെ ടെക്നിക്കൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പല പല കാര്യങ്ങളും വേണമല്ലോ. ഇപ്പോൾ തന്നെയാണെങ്കിലും ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ് അവിടെ ഇരിപ്പുണ്ട്. മോണിറ്ററുണ്ട്, അല്ലെങ്കിൽ IB ഫ്ലൂയിഡ് ഉണ്ട്, അത് മെഷർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, തെർമോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ പല പല ടെക്നോളജീസ് നമ്മൾ വാർഡ് വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലേ, ആ എല്ലാ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഹ്യൂമൻ റിസോഴ്സസിൻ്റെയും സഹായത്തോടെയാണ് ഒരു വാർഡ് എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ടു പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി കെയർ ടു പേഷ്യൻസ് അഡ്മിറ്റഡ് ഇൻ ദ വാർഡ് ബൈ യൂട്ടിലൈസിങ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്. മനസ്സിലായല്ലോ? പിന്നെ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ECG എടുക്കണം. അവിടെ ECG മെഷീൻ ഉണ്ടെങ്കിലല്ലേ പറ്റൂ. അതുപോലെ പേഷ്യന് പിന്നെ IV ഫ്ലൂയിഡ് കൊടുക്കണം. പ്രോപ്പർലി IV ഇൻഫ്യൂഷൻ പോകുന്ന പമ്പ് സെറ്റും അതുപോലെ തന്നെ പിന്നെ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സും ട്യൂബിങ്സും സ്റ്റാൻഡും ഒക്കെ വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ബ്ലഡ് ഗ്യാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പേഷ്യൻറ്റ് ബ്ലഡ് ഗ്യാസ് ഹവറിൽ ചെയ്യണം. അവിടെ ബ്ലഡ് ഗ്യാസ് മെഷീൻ വർക്ക് ചെയ്താലല്ലേ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ മോണിറ്ററിനോട് കണക്ട് ചെയ്യണം. മോണിറ്റർ അവൈലബിൾ ആകണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ടെക്നിക്കൽ റിസോഴ്സസും കൂടെ ഉപയോഗിച്ചാണ് പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നത്. പിന്നെ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി പേഷ്യൻറ്റ് എബൌട്ട് ദ കെയർ റിസീവ്ഡ്. അതായത് നേഴ്സിംഗ് കെയർ കിട്ടുന്ന പേഷ്യൻറ്റിന് അവർക്ക് എത്രമാത്രം അവർ ആ കെയറിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് നോക്കുക എന്നുള്ളതും വേറൊരു ഒബ്ജക്റ്റീവാണ്. ചിലപ്പം പേഷ്യൻ്റെ കയ്യിലൊക്കെ നമ്മൾ ഇവാലുവേഷൻ ഫോമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അമൃതയിലൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ ഒരു 2-3 പ്രാവശ്യം ഇവാലുവേഷൻ പേപ്പറുമായിട്ട് വരും. നിങ്ങളുടെ വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടു ബസ് കെയർ ആൻഡ് ടു ബസ് നഴ്സസ് എന്നൊക്കെ പറഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അത് മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള സംവിധാനങ്ങൾ ആശുപത്രിയിൽ ഉണ്ടാകണം. അതും ഒരു ഒബ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ നമ്മൾ കെയർ കൊടുക്കുന്നു, പേഷ്യൻ്റ് കെയറും കഴിഞ്ഞ് പോകുന്നു. എത്രമാത്രം അവർ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് അവർക്ക് കിട്ടിയ കെയറിൽ നിന്ന് അറിയാമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് പേഷ്യൻസ്. പിന്നെ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ വാർഡ്. അതായത് വാർഡിൽ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ഉണ്ട്. ഹെഡ് നേഴ്സിൻ്റെ അണ്ടറിൽ സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ട്, പിന്നെ 4th ക്ലാസ് എംപ്ലോയീസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എത്രയുണ്ട്, അതായത് അവർ അവിടെ വർക്ക് ചെയ്യുന്നതിൽ എത്ര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അത് നമുക്ക് പറയുന്നതിൻ്റെ പേരാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ഓക്കെ. പിന്നെ ടു ഇൻകൾക്കേറ്റ് ഹൈ മൊറൈൽ എമംഗ് ദ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ വാർഡ്. അതായത് അവർ തമ്മിലുള്ള നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന മനോഭാവം, കോപ്പറേറ്റീവ്നെസ്, ഇങ്ങനെയുള്ള ചില ഒരു മനുഷ്യന് വേണ്ട അത്യാവശ്യം ചില ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ വേണം. അതിന് നമ്മൾ മൊറൈൽ എന്നൊക്കെയാണ് പറയുന്നത്. അത് പരസ്പരം ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ദ്രോഹം ചെയ്യാതെ ഗുണം ചെയ്യാനും, പേഷ്യൻറ്റിന് വേണ്ടിയാണേലും മറ്റുള്ള അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി അഡ്വേഴ്സായിട്ടൊന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് നല്ല ബിഹേവിയർ വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് പറയുന്നത് ഇൻകൾക്കേറ്റ് ഹൈ മൊറൈൽ എമംഗ് ദ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ വാർഡ്. അതും ഹെഡ് നഴ്സിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഫ് വാർഡിൽ വരുന്ന ഒരു കാര്യമാണ്. പിന്നെ ടു ഡെവലപ്പ് ടീം സ്പിരിറ്റ് എമംഗ് ദ നഴ്സസ് അല്ലേ. അതായത് ഇപ്പോൾ തന്നെയാണെങ്കിലും ഒരുപക്ഷെ 3 പേര് വാർഡിലെന്നും രാവിലെ 3 പേര് ഡ്യൂട്ടിക്കുള്ളതാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ അതിലേതോ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നം വന്ന് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് എമർജൻസി ആയിട്ടൊരു ലീവ് എടുക്കുന്നു. അപ്പോൾ അവർക്കറിയാം ഒരാൾ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 പേരേ ഉള്ളൂ, അവർക്ക് ജോബിൽ ലോഡൊക്കെ കൂടുതലാകുമെന്ന് അറിഞ്ഞാൽ പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യും. കാരണം ഇന്ന് ഒരാൾക്ക് ആവശ്യം വന്നെങ്കിൽ നാളെ വേറൊരാൾക്ക് ആവശ്യം വരുമല്ലോ. അപ്പോൾ അവർക്ക് ആ കോപ്പറേഷൻ തിരിച്ചു കിട്ടണമെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആ തരത്തിൽ ഒരു നല്ല ടീം സ്പിരിറ്റോടെ വർക്ക് ചെയ്യണം. മനസ്സിലായോ? അതുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക, ഹെൽപ്പ് ചെയ്യുക, കോപ്പറേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൂടിയാണ് പറയുന്നത് ടീം സ്പിരിറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അവരുടെ ഒബ്ജക്റ്റീവ് എല്ലാവരുടെയും ഒന്നാണ്. പലരും പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായവും സഹകരണവും കോപ്പറേഷനും ഒക്കെ കാണിക്കണം. മനസ്സിലായോ? അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്. അതായത് എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടാകും. ഞാൻ നേരത്തെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പണ്ടങ്ങാണ്ട് പഠിച്ചവരാണ്. അന്നത്തെ മെഡിക്കൽ സയൻസും നേഴ്സിംഗ് സയൻസും എന്നും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. പുതിയ പുതിയ സംവിധാനങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ വരും. അതിനനുസരിച്ച് നേഴ്സിംഗ് കെയർ മാറണം, മെഡിക്കൽ കെയർ കാണണം. അപ്പോൾ അങ്ങനെ വരുമ്പം പണ്ട് പഠിച്ചതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുകയും അറിയുകയും ചെയ്യുകയും വേണം. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെ അവർക്ക് സ്റ്റാഫ് ഡെവലപ്മെൻറ്റിന് ഉള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. മനസ്സിലായി? അതും ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അല്ലാതെ പഴയ നോളജും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പഴയ സിസ്റ്റമൊക്കെ മാറിപ്പോയി. ഇപ്പോഴും പഴയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അത് അവരുടെ നോളജിനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി പല പ്രോഗ്രാമും പല കോഴ്സും പല പ്രസൻറ്റേഷനും ഇൻ സർവീസ് എഡ്യൂക്കേഷനും ഒക്കെ കാണും. അതിനൊക്കെ അവരെ വിടുക, അയക്കുക, എൻകറേജ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും വാർഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? പിന്നെ ടു മെയിൻറ്റെയിൻ ക്ലീൻനെസ് ഇൻ ദ വാർഡ്. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അല്ലേ? ക്ലീൻനെസ്സിന് അതിനകത്തെ ആ ഇൻറ്റൻസിറ്റി ഓഫ് ക്ലീൻനെസ് ഏത് തരം പേഷ്യൻ്റാണോ അവിടെ ഉള്ളതെന്നനുസരിച്ച് വേരി ചെയ്യും. എന്നാലും ബേസിക് ക്ലീനിങ് ഉണ്ടല്ലോ ആശുപത്രിക്ക്. അതുകൂടാതെ പിന്നെ ഇൻറ്റൻസിഫൈഡ് ചിലപ്പം അവിടെ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അവിടെ ഫ്യൂമിഗേറ്റ് ചെയ്യണമായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു ദിവസം ഫുൾ വാർഡിൻ്റെ ഫ്ലോർ കഴുകുന്ന ഒരു ദിവസം കാണും. എന്നും മോപ്പ് ചെയ്യുക മനത്തുള്ളൂ. പിന്നെ ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രത്യേകം സ്റ്റെറിലൈസ് ചെയ്യേണ്ട പ്രത്യേക ദിവസങ്ങൾ കാണും. ഫ്യൂമിഗേറ്റ് ചെയ്യേണ്ട ദിവസം കാണും. ഇങ്ങനെയൊക്കെ അങ്ങനെ ജനറൽ ക്ലീൻനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാർഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഓക്കെ. അപ്പോഴേ പിന്നെന്തോ ടു പ്രിവെൻറ്റ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും, അതുപോലെ തന്നെ പേഷ്യൻ്റ് വന്നപ്പോൾ ഒരു രോഗമായിട്ട് വന്ന് പിന്നെ ആശുപത്രി വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ഇൻഫെക്ഷൻ കൂടെ വന്നു. അതിനൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും. അത് വരാതിരിക്കുക. പിന്നെ ടു ക്യാരി ഔട്ട് നേഴ്സിംഗ് പ്രൊസീജിയർ ഇഫക്റ്റീവ്ലി. ഓരോ നേഴ്സിംഗ് പ്രൊസീജിയറിനും പ്രോപ്പർലി ഇഫക്റ്റീവ്ലി ചെയ്യണം. ഇപ്പോൾ അണ്ടർ അസെപ്റ്റിക് ടെക്നിക്ക് ചെയ്യേണ്ടത് അങ്ങനെ മാത്രമേ ചെയ്യാവുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ സ്റ്റുഡൻസ് വരെ അവിടെ ഉണ്ടെങ്കിൽ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഗുഡ് നേഴ്സിംഗ് പ്രൊസീജിയേഴ്സും ഗുഡ് നേഴ്സിംഗ് പ്രാക്ടീസും മാത്രമേ ആകാവുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ തോന്നിയ പോലെ എന്തും ചെയ്യാം എന്നൊരു ആറ്റിറ്റ്യൂഡ് പാടില്ല. ഓക്കെ. പിന്നെ ടു മെയിൻറ്റെയിൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ടെലിഫോണുണ്ട്, പേജിങ് സിസ്റ്റം കാണും, പലതരം അനൗൺസ്മെൻറ്റ് പ്രോഗ്രാം കാണും, പലതരം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അക്കോർഡിംഗ് ടു മോഡേൺ ടെക്നോളജി ഇപ്പോൾ ഉണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ബീപ്പർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അത് കമ്മ്യൂണിക്കേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയാണത് അറിയേണ്ടത്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ മാനേജ്മെൻറ്റ് ഓഫ് വാർഡിനകത്ത് വരുന്നതാണ്. ഓക്കെ. പിന്നെ ദ ഹെഡ് നേഴ്സ് ഓർ വാർഡ് സിസ്റ്റർ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അച്ചീവിങ് ദീസ് ഒബ്ജക്റ്റീവ്സ്. തീർച്ചയായിട്ടും. അതായത് ഹെഡ് നേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അവരിതിനെപ്പറ്റി നല്ല ബോധമുള്ളവരായിരിക്കണം. തന്നെയല്ല മറ്റുള്ള അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സബോർഡിനേറ്റ്സിനോടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഫക്റ്റീവ് പെർഫോം ചെയ്യുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കേണ്ടതും അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും അവരെ ഗൈഡ് ചെയ്യേണ്ടതും ഹെഡ് നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. പിന്നെ ദ സ്റ്റാഫ് നേഴ്സ് ഷുഡ് ഫീൽ that the objectives are attainable if time and resources are available and if they need to manage the ward competently. അപ്പം അവർ വർക്ക് ചെയ്യുന്ന ഒരു വാർഡ് കോമ്പിറ്റൻ്റ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഒബ്ജക്റ്റീവ്സിനെ പറ്റി നല്ല അവയർനെസ് ആകണം. പിന്നെ ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് കിട്ടണം, വാട്ട് ആർ ദ റിസോഴ്സസ് അവൈലബിൾ എന്നും കൂടെ അവരറിയണം. എന്നിട്ട് അവർക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാർഡ് ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഓക്കെ. അപ്പം റോൾ ഓഫ് ദി ഹെഡ് നേഴ്സ്, റോൾ ഓഫ് ദി സ്റ്റാഫ് നേഴ്സ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വന്നു അല്ലേ? അപ്പം എത്രണ്ണം? ഒരു 14 ഉണ്ട് ഇതിനകത്ത്. ഞാൻ പറഞ്ഞതിനകത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ്. അത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഇതിനകത്തില്ല. നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ വാർഡിൽ പോകുന്നവരാണ്. യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വാർഡ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹെഡ് നേഴ്സ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സ്റ്റാഫ് നേഴ്സ്, വാട്ട് ദേ ആർ ഡൂയിങ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ പേഷ്യൻ്റ് കെയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ല. ഇതെല്ലാം ഒരു കാര്യം പോലും പുതിയതല്ല. ഇതെല്ലാം പഴയ കാര്യങ്ങളാണ്. പക്ഷേ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാർഡ് മാനേജ്മെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എഴുതുമോ? ഇല്ല. ഇതെല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പർലി പഠിക്കണം. നമ്പർ ഇട്ട് തന്നെ എഴുതി പഠിക്കുക. 14 ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് വാർഡ്. അപ്പോൾ ഒരു വാർഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ എന്തെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതിനകത്ത് ആരെയെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ പേരും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെൻറ്റ്. അതാണ് നമ്മളുടെ ടോപ്പിക്കിലെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെൻറ്റ്. അതായത് ഒരു വാർഡ് നന്നായിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അത് എന്തെല്ലാം ഫാക്ടേഴ്സ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്.
മനസ്സിലായോ? അത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, നോളജ് ഓഫ് ഓൾ വാർഡ് ഡ്യൂട്ടീസ്. അതായത് ഒരു വാർഡ് നന്നായിട്ട് പ്രവർത്തിച്ച് പോകണമെങ്കിൽ ആ വാർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ദാറ്റ് വാർഡ് ഈസ് മെൻ ഫോർ വാട്ട് ഷുഡ് ബി ഡൺ ദെയർ, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ദെയർ, ഇതെല്ലാ കാര്യങ്ങളും ആ വാർഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയണം. അതാണ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്. ഇപ്പം നമുക്കറിയണം, അതായത് പേഷ്യൻറ്റിന് മെഡിക്കൽ വാർഡിൽ ആണ്, അവിടെ മെഡിക്കൽ വാർഡിലുള്ള പേഷ്യൻറ്റിന് അവിടെ എന്തായാലും ഓപ്പറേഷൻ ഒന്നും നടക്കത്തില്ലല്ലോ, അവിടെ മെഡിക്കൽ വാർഡിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ അവിടെ ആശുപത്രിയിൽ ഈ മെഡിക്കൽ വാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പറേഷൻ നടക്കുന്ന വാർഡല്ല. ദ പേഷ്യൻ്റ് ആർ ബീയിങ് ട്രീറ്റഡ് വിത്ത് മെഡിസിൻസ് ഉള്ളി. അപ്പോൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡോക്ടേഴ്സ് ഇവിടെ വരും, പല ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുണ്ട്, അതിനകത്ത് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകാം അല്ലേ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന ഇൻവെസ്റ്റിഗേഷനാണ് ഇവിടെ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അവർക്ക് കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ അവരെ എവിടെ വിടണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്നാണ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സർജിക്കൽ പ്രോബ്ലങ്ങളുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യും, അല്ലെ ഒരു പക്ഷേ ഈ വാർഡിൽ നിന്ന് വേറൊരു വാർഡിലോട്ട് മാറ്റുകയായിരിക്കും. സർജിക്കൽ ഇൻ്റർഫിയറൻസ് വേണമെങ്കിൽ പേഷ്യൻറ്റിനെ ഇവിടുന്ന് മാറ്റി സർജിക്കൽ വാർഡിലിടും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഫോർ എക്സാമ്പിൾ അവിടെ ക്ലീൻ ചെയ്യുന്ന എന്നാണ്, അല്ലെങ്കിൽ അവരെ ഫ്യൂമിഗേറ്റ് ചെയ്യുന്ന ഏത് ദിവസമാണ്, ആ വാർഡിലേക്കുള്ള സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് മേടിച്ചുകൊണ്ട് വരുന്ന ദിവസം എന്നാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ബ്രോഡ് വേയിൽ ഒരു ക്ലീനിങ് നടത്തുന്നത് എന്നാണ്, അവിടുത്തെ ക്ലീനേഴ്സ് ആരൊക്കെയാണ്, പിന്നെ ഒരു പേഷ്യൻ്റ് അവിടെ ഡെത്ത് ആയാൽ അവരെ പേഷ്യൻ്റ് എന്താ ചെയ്യുന്നത്, മോർച്ചറി വെക്കുകയോ അല്ലെങ്കിൽ ഡെഡ് ബോഡി പേഷ്യൻസിൻ്റെ ആൾക്കാർ വന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, മനസ്സിലായോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പേഷ്യൻറ്റിനെ വിടുന്നത്, വാർഡിലേക്ക് വിടുവാണോ, അവരവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കിടക്കുകയാണ്, അങ്ങനെ വാർഡിൽ നടക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പേഷ്യൻ്റ് ഒരു ആശുപത്രി വന്നാൽ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഇത് ഏത് വാർഡിലാണോ കിടക്കുന്നത് ആ വാർഡിലെ ചിട്ടവട്ടങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നല്ലൊരു അവയർനെസ് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണ് എനിക്കറിയാൻ വയ്യ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നോളജ് ഓഫ് ഓൾ വാർഡ് ഡ്യൂട്ടീസ് ഷി ഷുഡ് നോ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം അറിയണം. അതാണ് ഫാക്ടേഴ്സ് ഇൻവോൾവിംഗ് ദ വാർഡ് മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് കാര്യം. അതാണ് അവിടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ആ വാർഡിനെ പറ്റി നന്നായിട്ട് അറിയണം, അവിടെ എന്തെല്ലാം അവൈലബിൾ ആണ്, എന്തെല്ലാം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, എന്തൊക്കെ അവിടെ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ പ്ലാനിങ് ദ ഡേയ്സ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു ദിവസം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഓരോ ദിവസത്തെയും ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു. ഇപ്പം മൺഡേ ആണെന്നിരിക്കട്ടെ, അന്ന് അവിടുത്തെ മെഡിക്കൽ വാർഡിലെ അഡ്മിഷൻ ഡേ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയണമല്ലോ, പേഷ്യൻറ്റിന് ഇഷ്ടംപോലെ പേഷ്യൻ്റ് വരുന്ന ദിവസമാണ്, വാർഡ് ഒത്തിരി തിരക്കായിരിക്കും, അവിടെ എത്ര വേക്കൻറ്റ് ബെഡുണ്ട്, എത്ര പേഷ്യനെ അഡ്മിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈവൻ ഡോക്ടേഴ്സിന് പോലും നേരത്തെ ഇൻഫോം ചെയ്ത് കൊടുക്കണമായിരിക്കും. ഓപ്പിട്ടിരിക്കുന്നതൊക്കെ ഡോക്ടർ ഇത്ര വാർഡ് ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് ഇത്ര പേഷ്യനെ അഡ്മിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ദ ഡേയ്സ് പ്രോഗ്രാം. പക്ഷേ അന്നാണ് അല്ലെങ്കിൽ ആഴ്ച 2 ദിവസമോ 3 ദിവസമോ അഡ്മിഷൻ ഡേ ആയിരിക്കും. അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല അതിൻ്റെ അടുത്ത ദിവസം എന്താ ചെയ്യുന്നത്, അടുത്ത ദിവസം പേഷ്യനെ എല്ലാം ഇൻവെസ്റ്റിഗേഷന് വിടുന്നു, ഡോക്ടേഴ്സ് പുതിയ പേഷ്യൻറ്റിന് പലതും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട്, അപ്പോൾ അത് ഒരു ഇൻവെസ്റ്റിഗേഷനോ അങ്ങനെയുള്ള പേഷ്യനെ വെളിയിലേക്ക് വിടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ ചിട്ടവട്ടങ്ങളായിരിക്കും സെക്കൻഡ് ഡേ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ ദിവസത്തിനും ഓരോ വാർഡിലെ പേഷ്യൻസിൻ്റെ നീഡ് അനുസരിച്ച് ഒരു കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം കാര്യങ്ങൾ തുടങ്ങാൻ അല്ലേ. അഡ്മിഷൻ ഡേയിലെ പോലെ പ്ലാനിങ് ആയിരിക്കത്തില്ലല്ലോ. ഇപ്പോൾ തന്നെ ഒരു സർജിക്കൽ വാർഡാണ്, ഒരു പേഷ്യൻ്റെ ഓപ്പറേഷൻ ഡേ ഒരു ദിവസം, അന്ന് 5 പേഷ്യനെ ഓപ്പറേഷൻ തിയേറ്ററിൽ വിടുന്നു. നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയാണ്. അന്ന് പേഷ്യൻസ് എല്ലാം ഒത്തിരി പെയിനുള്ള പേഷ്യൻസും ഒത്തിരി ഡിസ്കംഫർട്ടുള്ള പേഷ്യൻറ്റും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരെ പല ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ റൗണ്ട്സിന് വരുന്ന ദിവസമായിരിക്കും. അന്ന് കുറേ കൂടെ തിരക്കുള്ള ദിവസമായിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ അല്ലേ. അപ്പോൾ ഓരോ ദിവസത്തെയും വാർഡിൻ്റെ റുട്ടീൻസിൻ്റെയും കെയറിൻ്റെ ഒക്കെ പ്ലാനിൽ വ്യത്യാസം വരും, അവിടുത്തെ പ്രൊസീജിയറിൽ വ്യത്യാസം വരും. അപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയണം ഓരോ ദിവസവും എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പോകേണ്ടതെന്ന്. മനസ്സിലായല്ലോ. അതാണ് പറയുന്നത് പ്ലാനിങ് ദ ഡേയ്സ് പ്രോഗ്രാം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റാർട്ടിങ് ദ ഡേ ഓൺ ടൈം, അതായത് ഒരു വാർഡിലെ ഡ്യൂട്ടി തുടങ്ങുന്നത് സമയത്ത് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ഷിഫ്റ്റ് ഉണ്ട്. രാവിലത്തെ എന്ന് പറഞ്ഞാൽ 7 തൊട്ട് 3 വരെ ആണെന്നിരിക്കട്ടെ. അപ്പോൾ 7 മണിയാകുമ്പം തന്നെ തുടങ്ങണം. അതായത് അതുകൊണ്ടാണല്ലോ 7 തൊട്ട് 3 വരെ ഡ്യൂട്ടി ചെയ്യുന്ന സിസ്റ്റേഴ്സ് വരുമ്പം നൈറ്റുകാർ ഡ്യൂട്ടി ഒന്നും തീർന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ട് എൻഡോഴ്സ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത പോലെ നിൽക്കാൻ പറ്റില്ല. അവർ 7 മണിക്ക് വന്ന് എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ 3 മണിക്ക് മുമ്പ് അവരുടെ ഡ്യൂട്ടിയൊക്കെ തീർത്തിട്ട് പോകാൻ പറ്റൂ.
അപ്പോൾ അങ്ങനെ വരുന്നോടനെ നൈറ്റ് ഡ്യൂട്ടിക്കാർ അവരുടെ ടൈം ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഷിഫ്റ്റുകാർ വരുമ്പോൾ എക്സാക്ട്ലി അവരുടെ സമയത്ത് തന്നെ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യത്തക്കവണ്ണം അവർ കാര്യങ്ങളെല്ലാം തീർത്ത് ഓവർ കൊടുക്കുക, അല്ലെങ്കിൽ പേഷ്യൻ്റെ റിപ്പോർട്ട് കൊടുക്കത്തക്ക റെഡി ആയിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ മോർണിംഗ് ഡ്യൂട്ടിക്കാർക്ക് വന്നവർക്ക് അവരുടെ സമയത്ത് ഡ്യൂട്ടി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ ലാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടി വേണ്ട സമയത്ത് തീരത്തില്ല, പിന്നെ ലാഗ് ചെയ്ത് പോകുന്നു, പേഷ്യൻറ്റ് വേണ്ട കെയർ വേണ്ട സമയത്ത് കിട്ടത്തില്ല, അല്ലെങ്കിൽ റൗണ്ട്സിന് ഡോക്ടർ വരുമ്പോഴത്തേക്ക് നേഴ്സസ് ഒന്നും റെഡിയല്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം എല്ലാ കാര്യങ്ങളും റൈറ്റ് ടൈമിൽ തന്നെ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് ഡ്യൂട്ടി ഇൻ ദ റൈറ്റ് ടൈം അല്ലേ. അതുപോലെ തന്നെ ചിലപ്പോൾ ഉണ്ട് ചില സിസ്റ്റേഴ്സൊക്കെ ലേറ്റായിട്ടേ വരത്തുള്ളൂ. ഇപ്പോൾ ലേറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ പേഷ്യൻ്റ് അസൈൻമെൻറ്റിൽ ആദ്യത്തെ 10 പേഷ്യൻ്റ് അവരുടേതായിരിക്കും. അപ്പോൾ ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ ലേറ്റായി പോയി കഴിഞ്ഞാൽ ഇവർക്ക് പേഷ്യൻറ്റിനെ പറ്റി പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ അറിയുന്നത് എൻ്റെ പേഷ്യൻറ്റിന് ഇന്നലെ രാത്രിയിലുള്ള ഡ്യൂട്ടി ചെയ്തവർ എന്തൊക്കെയാണ് ചെയ്തിട്ട് പോയെന്ന് അറിയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇൻ ടൈമിൽ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തൊക്കെ കാണണം, നേഴ്സസ് എല്ലാം പ്രസൻ്റ് ആവണം. അതുപോലെ തന്നെ അവർ കൊടുക്കേണ്ടവരും റെഡിയാകണം, റിപ്പോർട്ട് ടേക്ക് ഓവർ ചെയ്യേണ്ടവരും റെഡിയാകണം. എങ്കിൽ മാത്രമേ ഡ്യൂട്ടി കഴിഞ്ഞവർക്ക് സമയത്ത് പോകാൻ പറ്റൂ, ഡ്യൂട്ടിക്ക് വരുന്നവർക്ക് അവരുടെ ജോലി ഏറ്റെടുത്ത് കൃത്യമായിട്ട് തുടങ്ങിയിട്ട് അവരുടെ സമയത്ത് തീർത്തിട്ട് പോകാനും പറ്റും. മനസ്സിലായോ? അതാണ് പറയുന്നത് സ്റ്റാർട്ടിങ് ദ ഡേ ഓൺ ടൈം. ഒരു കാരണവശാലും ഡിലേഡ് ആകാൻ പാടില്ല. അതുകൊണ്ട് ഹെഡ് നേഴ്സിന് അവിടെ സ്ട്രിക്റ്റ് ഓർഡറൊക്കെ ഉണ്ടാക്കാം. കാരണം 5 മിനിറ്റ് കൂടുതൽ താമസിച്ച് വരാൻ പാടില്ല. അങ്ങനെയുള്ളവർ നേഴ്സിംഗ് ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ അവർക്ക് ലീവ് കട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അവർ സ്വന്തമായിട്ട് ഉത്തരവാദിത്വം എടുത്ത് വരേണ്ടവരാ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റൊക്കെ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ചെയ്തെന്നിരിക്കും. അതെന്തിനാ? ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ദ ഡേ ഓൺ ടൈം. പിന്നെ ഉള്ളത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഗുഡ് വാർഡ് റുട്ടീൻസ് ആൻഡ് പോളിസി. അതായത് ഒരു വാർഡിൽ ആ വാർഡിൻ്റേതായ ചില പോളിസിയും പ്രൊസീജിയറും റുട്ടീൻസും ഒക്കെ ഉണ്ടാവണം. അത് അനുസരിച്ചാണ് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയണം ഈ വാർഡിൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്, ഇന്നത്തെ ദിവസം ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്നതാണ് പേഷ്യൻ്റെ നീഡ് എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അഡ്മിഷൻ ഡേ പോലെ ആയിരിക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡേ പോലെ ആയിരിക്കത്തില്ലല്ലോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ. അല്ലെങ്കിൽ ഒരു ദിവസം ഒത്തിരി പേഷ്യൻ്റ് ഡിസ്ചാർജ് ഉണ്ട്, നാളെ അഡ്മിഷൻ ഡേ ആണ്, ഇന്ന് ഒത്തിരി പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ ബെഡ്സ് അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ഒത്തിരി പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുകയോ വേറെ വാർഡിലോട്ട് മാറ്റുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അതും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്നവർ അറിയണം. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഗുഡ് വാർഡ് റുട്ടീൻസ് ആൻഡ് പോളിസീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ വീക്കിലി ഒരു ദിവസം മാത്രമാണ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നത്. അതിന് ജനറൽ സ്റ്റോറിൽ പോകുമ്പോൾ ഇപ്പോൾ എല്ലാ ഫ്രൈഡേയും സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ വരുന്ന ദിവസമാണ് അല്ലേ. അല്ലെങ്കിൽ ലോണ്ടറിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് ഡേ, ഒരു മേജർ ക്ലീനിങ് ഡേ എന്ന് പറയുമ്പോൾ ബുധനാഴ്ചയാണ്. അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. അതിനെപ്പറ്റി അവയർനെസ് അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകണം. കാരണം എങ്കിൽ മാത്രമല്ലേ അവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പിന്നെ വാർഡ് പോളിസി മാനുവൽ ഉണ്ടാകണം. എന്നുവെച്ചാൽ ആ ഒരു വാർഡിലെ പോളിസി എന്തൊക്കെയാണെന്ന് റിട്ടൺ ആയിട്ട് എഴുതിയ ഒരു ബുക്ക് അവിടെ ഉണ്ടാകണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് പോയി നോക്കാം അല്ലേ. അല്ലെങ്കിൽ വാർഡ് സിസ്റ്റർ ചോദിക്കുക എന്താ പ്രൊസീജിയർ ബുക്കോ അല്ലെങ്കിൽ മാനുവലോ എന്താ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നവരല്ലേ, നിങ്ങൾ അറിയേണ്ടേ ഇതൊക്കെ. ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഓറിയൻറ്റേഷനിൽ പറഞ്ഞല്ലേ. ദെൻ വൈ യു ആർ ഫോർഗെറ്റിംഗ് ഓർ വൈ യു ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദാറ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതാണ് പറയുന്നത് വാർഡ് പോളിസി മാനുവൽ ഉണ്ടാവണം. പിന്നെ ഓറിയൻറ്റേഷൻ ടു ന്യൂ പേഴ്സണൽ, അത് ഞാൻ മുമ്പേ പറഞ്ഞു. പുതിയതായിട്ട് ആൾക്കാർ വരുമ്പം അവർ പക്ഷേ പഠിച്ച് പുതിയതായിട്ടൊരു ഫ്രഷ് ഹാൻഡ് ആയിരിക്കും വരുന്നത്, വാർഡിൽ ഇതിനു മുമ്പൊന്നും വർക്ക് ചെയ്തിട്ടില്ലാത്തതായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു നേഴ്സായിരിക്കും, നേരത്തെ അവർ വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്ത ഒരു പുതിയ ആളായിരിക്കും വരുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് വേണ്ട ഓറിയൻറ്റേഷൻ കൊടുക്കണം. വാർഡിനെ പറ്റി തന്നെയല്ല, ഹോൾ ഹോസ്പിറ്റലിനെ പറ്റിയും അവിടുത്തെ സിസ്റ്റത്തെ പറ്റിയൊക്കെ വെൽ ഓറിയൻറ്റേഷൻ കൊടുക്കണം. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രപ്ഷൻ, അതായത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ദിവസത്തെ ഓരോ പ്ലാനുണ്ട്, സമയത്ത് തുടങ്ങും, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് നമ്മുടെ ജോലിയെ വിഘ്നം വരുത്താൻ സമ്മതിക്കരുത്. അതുകൊണ്ടാണ് ഈ വിസിറ്റിംഗ് സമയമൊക്കെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വേറെ വിസിറ്റേഴ്സ് വന്ന് വലിയ VIP ഒക്കെ കിടക്കുവാണെങ്കിൽ അവരെ കാണാൻ പ്രത്യേകം വിസിറ്റേഴ്സ് വരിക, സിസ്റ്റർ അതിൻ്റെ പുറകിന് പോവുക, അങ്ങനെയൊക്കെയുള്ള ഇൻറ്ററപ്ഷനൊന്നും അലോ ചെയ്യാൻ പാടില്ലാത്തതാണ്. മനസ്സിലായി? അതുപോലെ തന്നെ ഇപ്പോൾ ടീച്ചിങ് സ്റ്റുഡൻസ് ഉള്ള വാർഡാണെങ്കിൽ ചിലപ്പം പറയും എനിക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം മാഡം, ഞാൻ ആ പേഷ്യൻറ്റിന് അവിടെ പോയി കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സിസ്റ്റർ പറയും ഇപ്പം റൗണ്ട്സ് ടൈമായി, ഇപ്പോൾ പറ്റത്തില്ല, നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വാർഡ് ലൈറ്റ് ആകുമ്പം ചെയ്താൽ മതി എന്ന് പറയും. എന്തുകൊണ്ടാണ്? കാരണം അത് അവിടെ ഇൻറ്ററപ്റ്റ് ചെയ്യും, അത് റൗണ്ട്സിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും, അവിടെ ക്യാരിയിങ് ഔട്ട് ദ നേഴ്സിംഗ് കെയറിനെയൊക്കെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ളപ്പോൾ സിസ്റ്ററിന് അറിയാം, ഇൻചാർജിന് അറിയാം, അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് ഒരുപക്ഷെ സമയം കൊടുക്കണമെന്നില്ല. മനസ്സിലായി? അതാണ് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻറ്ററപ്ഷൻസ്, അൺനെസസറി ഇൻറ്ററപ്ഷൻസ്. പിന്നെ യൂസ് ഓഫ്
ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വാർഡ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണം, പാർഷ്യാലിറ്റി ഒന്നും പാടില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വാർഡ് പോളിസിയിലൊന്നും പക്ഷാഭേദപരമായിട്ടൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും ഈക്വൽ പ്രിവിലേജ് കൊടുക്കണമെന്ന്. അല്ലേ, നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ, അതുകൊണ്ട് അതിന് അവർക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും കൊടുക്കണം. ഓക്കെ, അതാണത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് സ്യൂട്ടബിൾ എൻവയൺമെൻറ്റ്, അതായത് പറഞ്ഞാൽ അത് സൂട്ടബിൾ എൻവയൺമെൻറ്റ് ഫിസിക്കൽ സ്ട്രക്ചർ ആ കൂടുതൽ, അതായത് വെൽ വെൻറ്റിലേറ്റഡ് ആയിരിക്കണം, ആവശ്യമില്ലാത്ത ബാഡ് നോയ്സ് അല്ലെങ്കിൽ അക്യുമുലേഷൻ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ് സംവെയർ നിയർ ദ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഏറ്റവും ഒരു തെറാപ്യൂട്ടിക് എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. സ്യൂട്ടബിൾ എൻവയൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ ക്ലീൻനെസ്സിലും വരും, ആൾക്കാരുടെ ഇൻട്രാക്ഷനിലും ഒക്കെ വരും. മനസ്സിലായോ? പിന്നെ വേറൊന്ന് പ്രൊവൈഡിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്, അതറിയാമല്ലോ. അതായത് ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ തെർമോമീറ്റർ എടുക്കണം, ഒരു പേഷ്യൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹോൾ വാർഡിൽ ടെമ്പറേച്ചർ എടുക്കണം, ആവശ്യത്തിനുള്ള തെർമോമീറ്റർ അവിടെ ഉണ്ടാകണം, BP അപ്പാരറ്റസ് വർക്കിംഗ് ആകണം, അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ഡിസിൻഫെക്റ്റൻറ്റ്, അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള ബെഡ്ഷീറ്റ്സ്, വാർഡിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സും സപ്ലൈസും ആവശ്യമുണ്ട് പേഷ്യൻ്റ് കെയർ കൊടുക്കാൻ, അതെല്ലാം അവൈലബിൾ ആകണം. ഓക്കെ. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വാർഡിൽ ഇഷ്ടംപോലെ റെക്കോർഡ് കാണും. അഡ്മിഷൻ രജിസ്റ്റർ, പേഷ്യൻ്റെ ഡിസ്ചാർജ് രജിസ്റ്റർ, അല്ലെങ്കിൽ ഡയറ്ററി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്റ്റർ, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വീക്കിലി എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഡൻറ്റ് രജിസ്റ്റർ, സ്റ്റോറിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് വീക്കിലി കിട്ടുന്നത്, വാങ്ങിക്കുന്നത്, എഴുതി വിടുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് എത്ര പേഷ്യൻസ് മരിച്ചിട്ടുണ്ട്, ഒരു മാസത്തിൽ എത്ര പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര ഡിസ്ചാർജ് ആയിട്ടുണ്ട്, എത്ര പേര് റെഫറൻസിന് വിട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്ന രജിസ്റ്റേഴ്സ് വാർഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണെന്നും അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അറിയണം. പിന്നെ ഒരു കാര്യമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാലും അത് നമ്മൾ റിട്ടേണായിട്ട് എഴുതി വിടുന്ന ഒരു സാധനമാണ്. ഇപ്പം ഡേ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്ന്, വാർഡിലെ ഡ്യൂട്ടി ടൈമിൽ 8 to 3 ടൈമാണ് ഡേ ഡ്യൂട്ടി എങ്കിൽ ആ സമയത്ത് എന്തെല്ലാം നടന്നു, ആ പേഷ്യൻ്റ് എത്ര സീരിയസ് പേഷ്യൻ്റ് ഉണ്ട്, എത്ര അഡ്മിഷൻ വന്നു, എത്ര പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി, എടുത്തു പറയേണ്ട വേറെ എന്തെങ്കിലും കാര്യം വാർഡിൽ സംഭവിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈവനിങ് ഡ്യൂട്ടിക്കാരുടെ സമയത്ത് എന്ത് നടന്നു, നൈറ്റ് ഡ്യൂട്ടിക്കാരുടെ സമയത്ത് എന്ത് നടന്നു, അല്ലേ. പിന്നെ അതല്ലാതെ വേറെ ഒരുപാട് റിപ്പോർട്ട്, ഇൻസിഡൻ്റൽ റിപ്പോർട്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസുകാർ അവരുടെ റിപ്പോർട്ടുമായിട്ട് വരും. അങ്ങനെ ഒരുപാട് റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് വാർഡിൽ. അത് റിപ്പോർട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എനിവേ യു ഷുഡ് നോ ദാറ്റ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഇസ് ഇൻഫ്ലുവൻസ് ദ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻറ്റിനെ പറ്റി എന്തെങ്കിലും ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വരും, സിസ്റ്റർ ഇന്നൊരു പേഷ്യൻ്റ് ഇവിടെ ഈ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു കുറേ നാളിന് മുമ്പുള്ള ഡേറ്റ് അവർ പറഞ്ഞിട്ട് ചോദിക്കും, ഇങ്ങനെ ഒരു പേഷ്യൻ്റ് ഇവിടെ കിടന്നിട്ടുണ്ടോ, ആ പേഷ്യൻ്റെ ഡയഗ്നോസിസ് എന്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ രജിസ്റ്റർ എടുത്ത് പറയാൻ അവിടുത്തെ സിസ്റ്ററിനോ അവിടുത്തെ വർക്ക് ചെയ്യുന്നവർക്കോ കഴിയണം. മനസ്സിലായി? അങ്ങനെ ഒരുപാട് എൻക്വയറി കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിനൊക്കെ ഈ പറയുന്ന റിപ്പോർട്ടിങ്ങും റെക്കോർഡിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് നല്ല സ്റ്റാൻഡേർഡ് ബിഹേവിയർ കാണിക്കുന്നവരും നല്ലപോലെ തന്നെ നോളജ് ഉള്ളവരും നല്ല എക്സ്പീരിയൻസ് ഉള്ളവരും ഇഫക്റ്റീവായിട്ട് നേഴ്സിംഗ് കെയർ കൊടുക്കാൻ കഴിയുള്ളവരും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കൊടുക്കാൻ പറ്റുന്നവരും ഒക്കെ ആയിരിക്കണം നേഴ്സസും മറ്റാൾക്കാരും. അതാണ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഹൈ മൊറൈൽ എമംഗ് ദ സ്റ്റാഫ് മെമ്പേഴ്സ്. പിന്നെ ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അതായത് ഒരാളുടെ ഡ്യൂട്ടി വേറൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഹെഡ് സിസ്റ്ററിന് പല കാര്യങ്ങൾ, ചിലപ്പോൾ ഒരുപാട് ജോലി അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുള്ള, അപ്പോൾ ചില കാര്യങ്ങൾ സിസ്റ്ററിന് തോന്നുന്ന ഉത്തരവാദിത്തമാണ്, എഫിഷ്യൻ്റായിട്ട് ചെയ്യുമെന്ന് വിശ്വാസമുള്ളവരെ സിസ്റ്റർ ഏൽപ്പിക്കാറുണ്ട്, അല്ലേ. അതിന് പറയുന്ന പേരാണ് ഡെലിഗേഷൻ. അപ്പോൾ എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഹെഡ് ടൈംസ് മീറ്റിങ്ങിന് പോവാണ്, എൻ്റെ ആബ്സെൻസിൽ നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേച്ച് പോവാം, അല്ലെങ്കിൽ ആ ജോലി അവരെ കൊടുത്തിട്ട് പോവാം. ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുക്കേണ്ട ചില ജോലി വേറൊരാൾക്ക് സബോർഡിനേറ്റിന് കൊടുത്തിട്ട് പോകുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഗുഡ് വാർഡ് മാനേജ്മെൻറ്റ്. അതല്ലാതെ സിസ്റ്റർ അവിടെ ഇല്ലെങ്കിൽ, ഹെഡ് നേഴ്സ് ഇല്ല, ഇൻചാർജ് സിസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് സിസ്റ്ററിൻ്റെ ജോലി ചെയ്യാൻ കഴിവുള്ളവരാരും ഇല്ലാതെ വരരുത്. അവിടെ വേറെ ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺ കാണും, ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ് ആയിട്ടുള്ള, അവർക്ക് ആ ചുമതല ഏറ്റെടുക്കാൻ കഴിയും. അങ്ങനെയുള്ളവരെ ആയിരിക്കുമല്ലോ യൂഷ്വലി അപ്പോയിൻറ്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ വെൽ പ്ലാൻഡ് അസൈൻമെൻറ്റ്, അതായത് പേഷ്യൻറ്റിനെ അസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ അസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 30 പേഷ്യൻ്റ് ഉണ്ട്, 3 നഴ്സസ് ഉണ്ടെങ്കിൽ 10 പേരെ വെച്ച് നിങ്ങൾ കെയർ ചെയ്തൊന്നും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 10 പേരുടെ ആദ്യത്തെ ആളിന് കൊടുത്താൽ അവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആ സിസ്റ്ററിനാണ്.
കെയർ കൊടുക്കുന്ന സിസ്റ്റം. പിന്നെ അടുത്ത 10-ന് അടുത്ത ആളിന് കൊടുക്കുക. അങ്ങനെ അത് പേഷ്യൻ്റ് അസൈൻമെൻ്റ് എന്ന് പറയും. അതിപ്പം രോഗം നോക്കിയോ പേഷ്യൻ്റെ ഏജ് നോക്കിയോ സീരിയസ്നെസ് ഡിസീസ് നോക്കിയോ ഒന്നും ആയിരിക്കത്തില്ല ആ ഒരു സിസ്റ്റം ഓഫ് അസൈൻമെൻറ്റ്. അതേസമയം വേറൊരു അസൈൻമെൻ്റ് ഉണ്ട്, ഫങ്ഷണൽ അസൈൻമെൻറ്റ് എന്ന് പറയും. അതായത് ഒരു ഫംഗ്ഷൻ മൊത്തം ഒരാൾക്ക് അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെമ്പറേച്ചർ എടുക്കുന്ന ചുമതല ഒരാളെ അങ്ങ് ഏൽപ്പിക്കുക. അപ്പോൾ ആ വാർഡിലെ പേഷ്യൻ്റെ മൊത്തം ടെമ്പറേച്ചർ എടുക്കുന്ന ആ പർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും. അത് ചിലപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെയൊക്കെ ഏൽപ്പിക്കാറുണ്ട്. കാരണം അവർ കുറേ കൂടെ ഇച്ചിരൂടെ സീരിയസ് ടൈപ്പ് ഓഫ് പേഷ്യൻ്റെ കെയർ കൊടുക്കാൻ അവർ പ്രാപ്തരായില്ല. അവർ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് സെക്കൻഡ് സ്റ്റുഡൻ്റ് ഒക്കെ ആയുള്ളെങ്കിൽ അവരെ ഏൽപ്പിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഹാൻഡ് വന്ന ഒരു സിസ്റ്ററിനെ ചിലപ്പം ഈ പറയുന്ന ഒരു ഒത്തിരി ഡിഫിക്കൽറ്റിയുള്ള കെയറും അങ്ങനെയുള്ള ഒത്തിരി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കെയറും ഒന്നും ചിലപ്പോൾ കൊടുത്തെന്ന് ഇരിക്കത്തില്ല. അവർക്ക് ഫങ്ഷണൽ മെത്തേഡ് കൊടുക്കും. അതേസമയം ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കാൻ സീനിയർ ഫാക്കൽറ്റിക്കും കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒത്തിരി സർജിക്കൽ വാർഡാണ്, പേഷ്യൻ്റെ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുന്ന ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കുക. ഷീസ് ആൻ എക്സ്പീരിയൻസ് പേഴ്സൺ. അവർക്ക് ഒത്തിരി സർജിക്കൽ നഴ്സിങ്ങിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള സിസ്റ്ററാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് ഇതിനെപ്പറ്റിയുള്ള നോളജും പ്രാക്ടീസും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പോൾ അതിന് ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയും. അതായത് ഒരു ജോലി ഏറ്റെടുക്കുന്ന ഒരു തരം ജോലി ഒന്നിലധികം പേഷ്യൻറ്റിന് ഒരേ ജോലികൾ ചെയ്തു പോകുന്ന സിസ്റ്റമാണ് ഫങ്ഷണൽ മെത്തേഡ്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പേഷ്യൻറ്റിൻ്റെയും ടെമ്പറേച്ചർ ഒരാളെടുക്കുക, അവിടെ എത്ര ഡ്രസ്സിങ് ഉണ്ടോ ആ ഡ്രസ്സിങ് മൊത്തം ഒരാളെടുക്കുക. അങ്ങനെയുള്ളതാണ് ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആളിൻ്റെ കേപ്പബിലിറ്റിയും എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് ഹെഡ് സിസ്റ്ററിന് കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് പറയുന്നത് വെൽ പ്ലാൻഡ് അസൈൻ. അതല്ലെങ്കിൽ പിന്നെ ടീം നേഴ്സിംഗ് എന്നും പറഞ്ഞൊന്നുണ്ട്. അതിനകത്ത് സീനിയർ പേഴ്സണും ജൂനിയർ പേഴ്സണും എല്ലാം കാണും. അതിനകത്ത് അവരെല്ലാം കൂടെ ചേർന്നായിരിക്കും ഒരു പേഷ്യൻ്റെ കെയർ കൊടുക്കുന്നത്. മനസ്സിലായോ? അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലികൾ അതിനകത്ത് സീനിയർ മോസ്റ്റ് പേഴ്സൺ ടീം ലീഡറും കാണും, ടീം പേഴ്സൺ ചെയ്യും. ബാക്കിയുള്ള കുറേ കൂടെ ചെറിയ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ജൂനിയർ പേഴ്സണും ചെയ്യും. അതാണ് ടീം നഴ്സിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് അവർ ഈ പറയുന്ന പോലെ തന്നെ ടീം, അതും പേഷ്യൻ്റ് അസൈൻമെൻറ്റ് എല്ലാ പേഷ്യൻറ്റിനും കിട്ടാം. അതിനകത്ത് ഒരു ടീമായിട്ടാണ് നേഴ്സ് വർക്ക് ചെയ്യുന്നത്, അത് ടീം നഴ്സിംഗ്. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ എങ്ങനെ വേണേലും പ്ലാനിങ് ഓഫ് അസൈൻമെൻറ്റ് ആകാം. ഫങ്ഷണൽ മെത്തേഡ് ആകാം, പേഷ്യൻ്റ് അസൈൻമെൻറ്റ് ആകാം, അല്ലെങ്കിൽ ടീം നഴ്സിംഗ് ആകാം. പിന്നെ ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ, അത് പ്രത്യേകിച്ച് ഇൻസിഡൻ്റൽ ടീച്ചിങ്, പ്ലാൻഡ് ടീച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഇൻ ദ വാർഡിന് ജൂനിയേഴ്സിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചില ഹെഡ് സിസ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. പിന്നെ അവരുടെ പ്രസൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ അവർ ഓൺ ദ സ്പോട്ടിൽ കറക്റ്റ് ചെയ്ത് നമ്മളെ എക്സ്പേർട്സ് ആക്കി എടുക്കും അവർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഇതെന്ന് വെച്ചാൽ അവർ പ്രോപ്പർലി സൂപ്പർവൈസ് ചെയ്യും, അവരുടെ കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിക്കും, അവർക്ക് അഡ്വൈസ് കൊടുക്കും, അവരെ കറക്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കും, പിന്നെ അവരെ പറ്റി ഗുഡ് ഓർ ബാഡ് റിപ്പോർട്ടും ഒക്കെ അവർ കൊടുക്കും. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷനൊക്കെ അതിനകത്ത് വരും. പിന്നെ അടുത്തത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഏറ്റവും അവസാനം ഓരോ സിസ്റ്ററും അല്ലെങ്കിൽ ഓരോ വാർഡിൽ വർക്ക് ചെയ്യുന്ന ഓരോ സിസ്റ്ററും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് ഈസ് ദെയർ കേപ്പബിലിറ്റി, ഹൗ ഈസ് ദെയർ കാലിബർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വാട്ട് ഈസ് ദെയർ നോളജ്, ഹൗ ഈസ് ദെയർ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെയൊക്കെ എല്ലാ ബേസിസ് പല ക്രൈറ്റീരിയയുടെ അണ്ടറിലെ വ്യക്തികളെ ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് ചിലരൊക്കെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് അവർ കുറേ കൂടെ പല ഡ്രോബാക്സ് അവർക്കുണ്ടാകാം, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടി വരും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് വിച്ച് ഈസ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെൻറ്റ്. അല്ലേ? അവർക്ക് പല കാര്യങ്ങൾ ഒരു പക്ഷേ പല വാണിങ്ങും ഒക്കെ കൊടുത്ത് പല കാര്യങ്ങളിലും തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വാണിങ് കൊടുക്കുക, അടുത്ത പ്രാവശ്യം നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് ചാൻസ് കൊടുത്ത് അവരെ ബെറ്റർ ആക്കിക്കൊണ്ട് വരിക. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ വാർഡ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെൻറ്റ് ഓർ ദ what are the factors which can involve in which is associated with the good management എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ വാർഡിൽ പോകുമ്പം ചെയ്യുന്നതും കാണുന്നതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ ഇതെല്ലാം ക്ലിനിക്കൽ ഇംപ്ലിക്കേഷനുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന്, ഇത്രയും നാൾ പഠിച്ചതിൽ നിന്നൊക്കെ എഴുതാൻ ഒത്തിരിയും കാര്യങ്ങൾ കാണും. എക്സാമ്പിൾസ് ഇതൊക്കെ എഴുതാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജോലി എന്താണ് എന്ന് നമുക്ക് നോക്കണം. അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് സ്വന്തം നോട്ട് എന്നിട്ട് ഈ പറയുന്ന സ്ലൈഡ് വെച്ചും നിങ്ങൾ കേട്ട ഡിസ്കഷൻ വെച്ചും നിങ്ങളുടെ ഓൺ നോട്ട് പ്രിപ്പയർ ചെയ്യണം.
നിങ്ങൾക്ക് വേറെ നോട്ട് വേണമെങ്കിൽ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ തരാൻ പറ്റൂ. നിങ്ങൾ എന്നോട് ജസ്റ്റ് കോൺടാക്ട് മീ ഇഫ് യു വാണ്ട് ഫർദർ നോട്ട്. ഓക്കെ, അപ്പം ഇന്ന് നമുക്കിവിടെ തീർക്കാം. ഓക്കെ, പിന്നെ നിങ്ങളോട് എനിക്ക് വേറെ 1-2 കാര്യം കൂടെ പറയാനുണ്ട്. 4th ഇയർ ആയിട്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേഷനിലെ ഒരു അസൈൻമെൻറ്റും എഴുതിയിട്ടില്ല. പോർഷനൊക്കെ തീരാറായി. എന്നാലും നിങ്ങളെ കൊണ്ട് 1-2 കാര്യങ്ങൾ അസൈൻമെൻറ്റ് എഴുതിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത് ലേറ്റർ ഓൺ ഇൻഫോം ചെയ്യും. ഓക്കെ.